പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈൻ്റെ ഭാഗമായി സെഗ്മെൻറ്റുകളും മത്സരങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ആദ്യം നടന്ന ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ സോളോ സിക്കോവ റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലെ നിലവിലെ പൊസിഷൻ എന്താണെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകളിൽ നിന്ന് വലിയൊരു ട്വിസ്റ്റാണ് നിലവിൽ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ സംഭവിച്ചിട്ടുള്ളത്. അതായത് സോളോ സിക്കോവ പോൾ ഹേമനോട് പറയുന്നത് റോമൻ റെയിൻസ് തിരികെ വരുന്നത് വരെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ ഇൻചാർജ് തനിക്കാണെന്നുള്ളതാണ് സോളോ പറയുന്നത്. റോമൻ റെയിൻസ് തിരികെ വന്നാൽ ആ ഒരു പൊസിഷൻ റോമൻ റെയിൻസിന് കൊടുക്കുമെന്നുള്ളൊരു അർത്ഥവും സോളോ സിക്കോയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ട്രൈബൽ ചീഫിൻ്റെ ഓർഡേഴ്സ് അനുസരിച്ചാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതും സോളോ സിക്കോവ പറയുന്നുണ്ട്. റോമൻ റെയിൻസ് പോൾ ഹേമനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ സോളോ സിക്കോവ പോൾ ഹേമനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സോളോ സിക്കോവ റോമൻ റെയിൻസിനെ അനുകരിക്കാനും ട്രൈബൽ ചീഫ് എന്നുള്ളൊരു പൊസിഷനിൽ വരാനും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെയാണ് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി റോമൻ റെയിൻസ് ആണെങ്കിൽ നിലവിൽ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ആണ് ഉള്ളത്. അപ്പോൾ റോമൻ റെയിൻസ് യഥാർത്ഥത്തിൽ സോളോ സിക്കോവയ്ക്ക് ഈ ഒരു പൊസിഷൻ കൊടുത്തു എന്നുള്ളത് റോമൻ പറയുന്നത് വരെ നമുക്ക് സോളോയെ വിശ്വസിക്കാൻ സാധിക്കില്ല. സോളോ ചിലപ്പോൾ ട്രൈബൽ ചീഫ് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ നുണ പറയാനും സാധ്യതകളുണ്ട്. അത് റോമൻ റെയിൻസ് തിരികെ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നിലവിൽ റോമൻ റെയിൻസ് പറയുന്നത് പോലെയാണ് സോളോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് സോളോ തുറന്ന് പറയുന്നുണ്ട്. അത് സത്യമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ആദ്യ റൗണ്ടിലെ മത്സരത്തിൽ ഏഞ്ചലോ ഡോക്കിൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടാമ ടോങ്ക അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ ബോബി ലാഷ്ലി ആയിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത്. ബോബി ലാഷ്ലിക്ക് ഇഞ്ചുറി പറ്റിയത് ഇന്നലെയാണ്. അപ്പോൾ പകരം ഏഞ്ചലോ ഡോക്കിൻസിനെ ഈ ക്വാളിഫൈ മത്സരത്തിലേക്ക് ആഡ് ചെയ്തു. മത്സരത്തിൽ ടാമ ടോങ്ക വിജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. അപ്പോൾ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനെ സംബന്ധിച്ച് ഓരോ സെഗ്മെൻറ്റുകളും വളരെ നിർണായകമാണ്. പുതിയൊരു മെമ്പർ ഇന്നത്തെ ബ്ലഡ് ലൈൻ്റെ ഈ ഭാഗത്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചില്ല. മിക്കവാറും ഇനി വരുന്ന കിങ് ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപുള്ള ഏതെങ്കിലും ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.